എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇന്നലെയെല്ലാം നമ്മൾ മിക്കവരും കണ്ട ഒരു സംഭവമാണ്. നമുക്കൊക്കെ കണ്ടപ്പോൾ എന്തോ മനസ്സിലൊരു വിഷമം തോന്നി അല്ലെ? JNTVയുടെ പ്രസ് മീറ്റിംഗ്, അതായത് എക്സ് വൈഫിനെ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ഒരു ഡിപ്രഷൻ പോലെ തോന്നുന്നുണ്ട്. ഒരു ആക്ടിങ് അല്ലേ, അവരൊക്കെ അഭിനയിക്കുന്നവരാണ്, ഓക്കെ, സമ്മതിച്ചു. എന്നാലും ഒരു ഒറിജിനാലിറ്റിയാണ് ഫീൽ ചെയ്തത്. ആ മുഖത്തിന്റെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന പോലത്തെ ഒരു തോന്നലൊക്കെയാണ് മുഖം കണ്ടിട്ടുണ്ടായത്. പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഡിപ്രഷൻ ഒന്നുമല്ല. അതും കഴിഞ്ഞ് നമ്മൾ ജീവിതമേ വേണ്ടെന്ന് വെക്കുന്ന അത്ര പീഡനമാണ്, പുറത്ത് പറയാൻ വയ്യാത്ത തരം പീഡനം സ്ത്രീ നിന്ന് അനുഭവിക്കുന്ന ഒരു പുരുഷനാണ് JNTV. അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ചു. അപ്പൊ ആ പ്രണയിച്ച സമയത്ത് ഈ മുതിർന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞ ആ ബന്ധം വേണ്ട മോനെ എന്ന് പറഞ്ഞു. പക്ഷെ അത് സമ്മതിക്കാതെ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കാതെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ ഭീഷണിയിലൊക്കെ പേടിച്ച് ആ പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് അന്നേരം തൊട്ട് അമ്മായിയമ്മയും മരുമോളൂടെ ഇദ്ദേഹത്തിന്റെ ജീവിതം അങ്ങ് കുട്ടിച്ചോറാക്കി ചവിട്ടി മെതിച്ച് ഒരു പരുവാക്കി കൊടുത്തു. ഇദ്ദേഹമാണെങ്കിൽ അവര് തന്നെ ഇന്റർവ്യൂയിൽ, ആരതി തന്നെ ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടൊന്നും പറയാതെ സഹിച്ചു നിൽക്കുന്ന ഒരാളാണ്. എന്ത് പറഞ്ഞാലും ആ ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ളവരുണ്ടല്ലോ, ചിലരങ്ങ് വല്ലാതെ പാവമായി പോകുന്ന പുരുഷന്മാരുണ്ട്. പിന്നെ ഇങ്ങേർക്ക് സ്വന്തമായിട്ട് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അഭിനയിച്ചുണ്ടാക്കിയിട്ട്, അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഉണ്ടാക്കിയിട്ട് സ്വന്തം ഒരു അക്കൗണ്ട് പോലും ഇല്ല. നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് കേട്ടോ, ഞങ്ങൾ ജോയിന്റ് അക്കൗണ്ടാ എന്ന് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവിനും സെപ്പറേറ്റ് അക്കൗണ്ട് ഒന്നുമില്ല, ഞങ്ങൾ ജോയിന്റ് അക്കൗണ്ട്. അപ്പൊ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ പുറമേ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അത്രയും സ്നേഹമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അകത്ത് കുടുക്ക് എന്താണെന്നറിയാം, ഒരു 10 പൈസ ഒരു ധർമ്മക്കാരന് എടുത്തു കൊടുത്താൽ പോലും പൈസ പിൻവലിച്ച അതിന്റെ മെസ്സേജ് ആരാണോ പാർട്ണർ അവരുടെ കയ്യിലോട്ട് എത്തും, ഒന്നേ ഭാര്യ അല്ല ഭർത്താവിന്റെ കയ്യിലോട്ട് എത്തും. അപ്പൊ ഒരു നമ്മുടെ ഒരു പ്രൈവസി, എല്ലാ മനുഷ്യർക്കും എന്ത് ബന്ധം എന്നൊക്കെ പറഞ്ഞാലും ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് ഇപ്പൊ പിശുക്കിയായ ഭാര്യയാണ്, നിങ്ങൾ അന്നേരം എന്തിനാ അത് കുടിച്ച എന്ന് ചോദിക്കും. അപ്പൊ ഇതൊന്നും അല്ലാതെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ അക്കൗണ്ട് ഉള്ളതാണ് നല്ലത് പേഴ്സണലായിട്ട്. അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയല്ലേ, ആകെ ജീവിതം ഒന്നേ ഉള്ളൂ. പലരുടെയും കാൽച്ചവിട്ടിക്കൊണ്ട് വെച്ചേച്ച് പിന്നെ എനിക്ക് അയ്യോ എന്നെ ചവിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കാൽച്ചവിട്ടിക്കൊണ്ട് ഇടാതിരിക്കാൻ നമുക്കൊരു കപ്പാസിറ്റി വേണം. ഇപ്പോൾ ഉള്ള ആൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കല്യാണം കഴിച്ചിങ്ങോട്ട് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ആദ്യമായിട്ട് പെൺകുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, കാര്യമൊക്കെ ശരിയാണ്, അവിടെ നിന്ന് ഒരു ചെടി പറിച്ച് ഇവിടെ നട്ടുവെക്കുകയാണ്. ഇവിടെ നട്ടുവെക്കുമ്പോൾ ചെടിക്ക് നല്ല വെള്ളവും സൂര്യപ്രകാശവും എല്ലാം ഒന്നിച്ച് കിട്ടിയ, വെള്ളവും വളവും എല്ലാം കിട്ടിയാലേ ചെടി വളർന്നു വരുള്ളൂ. അപ്പൊ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യണം. അതും ഓക്കെ. നിങ്ങളെ കൊണ്ട് വേറൊരു വീട്ടിൽ പോയി നിൽക്കാൻ പുരുഷന്മാരെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. സ്ത്രീകൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് വരെ കാണാത്ത വീട്ടിലെ, ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞല്ലോ, ഇന്ന് വരെ കാണാത്ത വീട്ടിലെ ഇന്നലെ വരെ ജീവിച്ച പോലെ കൂളായിട്ട് അങ്ങ് പോകും. ഇന്നലെ ചായ ഇടുന്നു, കാപ്പി ഇടുന്നു, ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ പാത്രങ്ങളും ഈ പൊടി ഐറ്റംസ് പോലെ എവിടെ ഇരിക്കുന്ന പോലും സ്ത്രീകൾക്ക് അറിയണ്ട. അവർക്ക് അതിനൊക്കെയുള്ള ഒരു കഴിവുണ്ട്, നിങ്ങൾക്ക് ആ കഴിവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങളെക്കാട്ടും ബുദ്ധിയും പക്വതയും വിവരവും എല്ലാ സ്ത്രീകൾക്കുണ്ട്. എന്ത് കപ്പാസിറ്റിയാണെന്നറിയാം, എന്ത് സഹിക്കാൻ. പുരുഷന്മാർക്ക് അതിനൊന്നുള്ള കഴിവില്ല, നിങ്ങൾ അംഗീകരിക്കില്ലായിരിക്കും, പക്ഷെ അതാണ് സത്യം. ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ പോലും ഇന്ന് വരെ ആർക്ക്, മനസാർജന്മാർക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാനുള്ളതെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ ആദ്യമായിട്ട് ഒരു സ്ത്രീയെ കിട്ടി ഈ കാണുമ്പോൾ സ്വപ്നങ്ങൾ പലത് കാണും. കല്യാണം കഴിച്ചിട്ട് ബൈക്കിന്റെ പുറകിൽ വെച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുമായിട്ട് ഈ വരുന്ന പെണ്ണ് എങ്ങനെയാ, എന്താണ്, അവൾ എന്ത് സിറ്റുവേഷനിൽ വളർന്നു ഒന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും. പാവം പെൺകുട്ടികളുണ്ടാവാം, മര്യാദക്കാരുണ്ടാവാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചില പൊട്ടുപഴച്ച് ചില വില്ലത്തികൾ കടന്നുകൂടും. നിർഭാഗ്യവശാൽ ഒരു വില്ലത്തിയാണ് നിങ്ങളുടെ തലയിൽ വന്ന് കയറിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ മനസ്സിലാകാതെ ഹണിമൂൺ ടൈമിൽ എന്തുണ്ടാക്കുന്ന വെച്ചാൽ നിങ്ങളെടുത്ത് നേരെ തലയിലോട്ട് വെക്കും. ആ ഹണിമൂണിന്റെ ഒരു 5-8 മാസക്കാലം, ആ ഹണിമൂൺ ടൈമിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹപ്രകടനവും ഇതും എല്ലാം വെച്ച് സ്ത്രീ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നിങ്ങളെ വിലയിരുത്തും. ഇവൻ എത്രത്തോളം ഉണ്ടെന്നുള്ള, സ്ത്രീക്ക് അതിനുള്ള കഴിവുണ്ട്. ഇവൻ എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടിച്ചൊതുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൾ അടിച്ചൊതുക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ തലയിരുന്ന് നിങ്ങളുടെ ചെവി കടിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ 6 മാസം കഴിഞ്ഞ് ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചിട്ടൊരു കാര്യമില്ല. ആ ടൈം കൊണ്ട് അവൾ നിങ്ങളെ അടിമയാക്കിയിട്ടുണ്ടായിരിക്കും, മേൽക്കോയ്മ നേടും. അതേ സമയത്ത് പെണ്ണ് വന്ന് കയറുമ്പോ തൊട്ട് എടുത്ത് തലയിലോട്ട് വെച്ച് ചെവി കടിക്കാൻ അനുവദിക്കാതെ ആ നിങ്ങളുടെ എന്താണോ സ്റ്റാൻഡ്, നിങ്ങളുടെ റിയൽ സ്വഭാവം എന്താണോ ആ സ്വഭാവം കാണിക്കുക.
ഓവറായിട്ട് ഇങ്ങനെ ലാളനയും കൊഞ്ചലും പരിഗണനയും എല്ലാം കൊടുത്തിട്ട് ഇഷ്ടപ്പത്തവും താഴെയിടിയിലൊന്നും അത്ര എളുപ്പമല്ല. ഇടാൻ പറ്റും, ഇടാൻ പറ്റിയാണെന്നല്ല. പക്ഷെ ആദ്യത്തെ ആ 6 മാസം കൊണ്ട് പുരുഷനെ സ്ത്രീ പഠിക്കും എന്നുള്ള പൊതുതത്വം നിങ്ങൾ മറക്കരുത്. എല്ലാ സ്ത്രീകളെയും എല്ലാം പുരുഷന്മാരുടെ അല്ല ഈ പറയുന്നത്. ഇപ്പൊ ജയൻ രവി ഇന്ന് കരയുന്ന കേട്ടോണ്ട് പറഞ്ഞാണ്. അപ്പം ജയൻ രവിയുടെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടില്ല, കേസ് നടക്കുന്നേ ഉള്ളൂ. 40 ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരം കൊടുക്കും, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 50 ലക്ഷം മാസം കൊടുക്കുന്നു. അപ്പൊ അതിന്റെ അകത്ത് കമന്റ് വന്നിട്ടുണ്ട്, 50 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഈ സർക്കാർ സ്കൂളിനെ മാത്രം മനസ്സിൽ കരുതരുത്. നല്ല ഫീസൊക്കെ കൊടുത്ത് നല്ല ഇപ്പം ഇവിടുത്തെ ചോയ്സ് തന്നെ എടുക്കണം. ആ ചോയ്സ് സ്കൂളിലൊന്ന് പഠിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ മക്കളാണ് കൂടുതൽ പഠിക്കുന്നത്. അവിടെ നിന്ന് ടൂർ പോകുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായി അവിടുത്തെ ചെലവെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സ്കൂളിലൊക്കെ അത്രയും കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു നട്ടല്ലില്ല. ആ നട്ടല്ലൂരി ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്. ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നട്ടൽ യഥാസ്ഥാനത്ത് വെച്ച ജയൻ രവിയുടെ പ്രശ്നം തീരുമായിരുന്നു. അത് പുള്ളിക്ക് സാധിച്ചില്ല. പുള്ളി സഹിച്ച് അങ്ങേയറ്റം പോലെ പോയി. അമ്മായിയമ്മയൊക്കെയാണ് ഭരണം. ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഇപ്പം വിവാഹമോചനം നടന്നിട്ടും 2 വർഷത്തിലേറെയായിട്ട് അവരിവരെ ഇങ്ങേരെ പീഡനമായിട്ട് പോവുക. സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തിരിക്കുക. ആൾക്കാർ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഏതോ ഒരു നടിയുണ്ട്, ആ നടി ഉൾപ്പെടെ അവരുടെ സപ്പോർട്ടോടുകൂടി ഫെമിനിസം പറഞ്ഞ് സ്ത്രീക്ക് വേണ്ടി വാദിച്ച് ഇങ്ങേരെ എന്തോ ഒരു ഭീകര വസ്തുവായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ എല്ലാം ആയിട്ടായിട്ട് ഇങ്ങേർക്ക് ജീവിക്കാൻ മേലാതായിട്ട് ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും പേരിലും കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ സ്റ്റേൺ ആയിട്ട് നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഈ ഒരു അവസ്ഥ പല പുരുഷന്മാരും ഒക്കെ അനുഭവിക്കുന്നുണ്ട് വീടുകളിൽ. നമ്മുടെ കേരളത്തിൽ പുരുഷന്മാരത് പുറത്തു പറയില്ല. സ്ത്രീകളെ പീഡിപ്പിച്ച സ്ത്രീകളത് അയ്യോ ഒത്തോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വയ്ക്കും. പുരുഷന്മാരെ സ്ത്രീകളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നുണ്ട്, അവരത് പുറത്തു പറയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആണത്തത്തെ ചോദ്യം ചെയ്യും. അവരത് പുറത്തു പറഞ്ഞാൽ നീ ഒരാണല്ലേടാന്ന് കൂട്ടുകാർ ചോദിക്കും, കളിയാക്കും. അപ്പൊ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ ഇവരത് മൊത്തം സഹിക്കും. പിന്നെ വേണമെങ്കിൽ ഇവര് മദ്യത്തിന് അടിമയാകാം. അങ്ങനെ പോകത്തേ ഉള്ളൂ. പുരുഷൻ മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പുരുഷൻ കൂടുതലും പറയത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അവര് പുരുഷൻ കരയാൻ പാടില്ല എന്ന് പണ്ട് പറയില്ലേ, അതുപോലെ പുരുഷനും സ്ത്രീയൊക്കെ കരച്ചിലിനും ഇതിലുമൊക്കെ ഒരുപോലെ തന്നെ. അപ്പൊ ജയൻ രവി പറഞ്ഞു തുടങ്ങുന്നത് കേൾക്കാം. படம் இனிமேந்து ஸ்கிரீன்ல ரிலீஸ் ஆகாது. என் டைவர்ஸ் கிடைக்கிற வரைக்கும் நான் நடிக்க போறது கிடையாது. ஏன்னா என்னால் நடிக்க முடியல. எனக்கு நடந்த அவமானங்கள், தேவையில்லாத அவமானங்கள் என்னால் தாங்க முடியல. அதனால என் டைவர்ஸ் கிடைக்கிற வரைக்கும், என்னை சீண்டி பார்க்கணும்னு நினைக்கிற வரைக்கும் எல்லாருக்கும் இங்கே தான் இருப்பேன். வாங்க சீண்டி பாருங்க. இனிமேல் சாது கிடையாது நான். அதனால என்ன நடக்குதோ பார்த்துக்கலாம். மற்ற விஷயங்கள், என் வேலை விஷயங்கள், அதை எப்படி சரி பண்ணணும் என்னன்றதை நான் பார்த்துப்பேன். இவ்வளோ நாள் என் கூட நின்ன உங்கள் எல்லாருக்கும் ரொம்ப ரொம்ப நன்றி. என்னைக்கு என் டிவோர்ஸ் கிடைக்குதோ, என்னைக்கு என் பர்சனல் லைஃப் சரியாகுதோ, என்னைக்கு இந்த சைபர் புல்லிங் எல்லாம் நிற்குதோ எல்லாத்தையும் நான் பார்த்துட்டு தான் இருக்கிறேன். ഈ പറയുന്ന പോലെ ഇതെല്ലാം നിന്നതിന് ശേഷം ഇങ്ങേർക്ക് അഭിനയിക്കാൻ പറ്റുമോ? സൈബർ ബുള്ളിങ്ങിൽ നിന്ന് ഭാര്യയുടെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങേര് ഈ ഫീൽഡിൽ നിന്ന് പോയാൽ അടുത്ത ആള് കയറി വരും. ആർക്കാണ് ആരാധനയൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്കാണുള്ളത്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും കുതികാൽ വെട്ടുകൊണ്ട് ഇയാളെ എങ്ങനെയും ഒതുക്കാൻ പറ്റുക, ഒതുക്കാൻ അതാ സിനിമയിലോ. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ആരെ തോപ്പിക്കാനാ? കോടതി നഷ്ടപരിഹാരം 40 ലക്ഷം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കോടതിയെ തോപ്പിക്കാൻ പറ്റും? ആരെ തോപ്പിക്കാനാണ്? ഞാൻ ഇനി അഭിനയിക്കില്ല, ഇതിനൊരു തീരുമാനം ആയിട്ടേ ഉള്ളെന്ന്. അതൊന്നുമല്ല, ഞാൻ കണ്ടിട്ട് ശരിക്കും നല്ല അന്തസ്സായിട്ട് നല്ല വക്കീലിന് ഇങ്ങേർക്ക് കാശുള്ളതല്ലേ. ഇപ്പൊ ഇങ്ങനെ വാടക വീട്ടിലാണ്, സ്വന്തമായിട്ട് വീട് പോലുമില്ല. അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്കൗണ്ട് അല്ലെങ്കിലും ജോയിന്റ് അക്കൗണ്ട് അല്ലേ, അക്കൗണ്ടിലൊന്നുമില്ല. ഇപ്പൊ സിനിമയില്ല, ഉള്ള എല്ലാം കരിയറും ജീവിതവും അവര് ഇന്റർവ്യൂ കൊടുത്ത് 2 വർഷത്തോളം ഏറെയായിട്ട് അവര് കൈയടക്കി വെച്ച് ഇങ്ങേരെ ഒറ്റപ്പെടുത്തി. അതായത് ജീവിതം ഇങ്ങേരെ അവസാനിപ്പിച്ച് പൊക്കോട്ടെന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ മേടിക്കാനുള്ളതൊക്കെ മേടിച്ചു. മക്കളെ മറ്റേ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒക്കെ കൂടെ വെക്കും വിടുന്നത്, പുറത്തേക്കൊക്കെ വിടുന്നത്. മക്കളെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. അതിന്റെ കൂടെ ഒരു ചേരുവ, ഒരു മേമ്പൊടിക്ക് ഒരു അവിഹിത ബന്ധം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ആകുമ്പോൾ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടും. അവിഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ ഇയാള് ഇനി മറ്റൊരു സ്ത്രീയെ തേടി പോയാലും കുഴപ്പമില്ല. 10-12 വർഷത്തെ
പീഡനം കഴിഞ്ഞ് അയാൾ അതിൽ നിന്ന് മോചനമായതിനു ശേഷമാണ് വേറൊരു സുഹൃത്തായിട്ട് ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അത് സുഹൃത്തേ ഉള്ളെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇനി അല്ലേ പോലും ഈ പീഡനം സഹിച്ചു നിർത്തണമെന്നും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമുക്ക് ജീവിതം ആകെ മനുഷ്യ ജന്മം ഏറ്റവും ശ്രേഷ്ഠ ജന്മമാണ്, വേറൊരു ജന്മം പോലെയല്ല, പിന്നെ കിട്ടാനുമില്ല. അപ്പൊ ആകെ കിട്ടിയ ഒരു ജീവിതം മാക്സിമം സന്തോഷിച്ച് പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു അടിമ പോലെ വല്ലവരുടെയും കാൽച്ചോട്ടിക്ക് പോയി കിടക്കുക, അധ്വാനിച്ച് കാശുണ്ടാക്കുക, ആ കാശ് അവരുടെ കാൽച്ചോട്ടി വെച്ചിട്ട് അവരുടെ ചവിട്ട് കൊണ്ട് കിടക്കുക, അതൊക്കെ എന്ത് ജീവിതം അത്? അതൊക്കെ എന്നോ വലിച്ചെറിയണം, 1-2 വർഷത്തിനുള്ളിൽ വലിച്ചെറിയണം. അതിന് പകരം ഇദ്ദേഹം മക്കളെ ഓർത്ത് നീട്ടി അവസാനം അതിൽ നിന്ന് പുറത്തിയാടി. ഇപ്പൊ പുറത്തിയാടിയിട്ട് അവര് പുറകെ ഉണ്ട്, വിടുകയില്ല. സ്ത്രീ എന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ വെച്ച് അവര് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും അങ്ങേര് വന്നത് സ്റ്റേൺ അല്ലല്ലേ, സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഇനി അഭിനയിക്കില്ല, ഇതിനൊരു തീരുമാനം ആകാതെ. ആർക്കാണ് ഇങ്ങേര് അഭിനയിക്കണമെന്നുള്ള? என்ன நினைச்சிட்டு இருக்காங்க? சும்மா இருந்துருவான், குவைட்டா இருந்துருவான், அவன் எல்லாம் பண்ணிக்கலாம்னு நினைக்கிறாங்களா? சொல்லட்டுமா என் நியாயத்தை? இத்தனை நாள் நான் பேசாம இருந்தது என்னோட தப்பு. சரி விட்டுருங்க, போட்டோம், பார்க்கலாம். பொம்பளை இது அது என்னங்க பொம்பளை? என்ன ஆம்பளை பொம்பளை? என்ன ஃபெமினிசம்? ஃபெமினிசம்னா என்னன்னு தெரியுமா யாருக்காவது? ரேப்புக்கு அகைன்ஸ்டா படம் எடுத்தவன்னா படம் ஓடுமா இல்லையான்னு தெரியாது, இதை எப்படி எடுக்கணும்னு யாருக்கும் தெரியாது. கண்டிப்பா தேவைன்னு சொல்லி அந்த படத்தை நான் எடுத்தேன். கஷ்டப்பட்டு பண்ணது நான். பெண்களுக்கு உரிமை இருக்கணும்னு சொன்னது நான் என் படங்கள்ல. என்ன சொல்றீங்களா பெண்களை பத்தி தெரியாதுன்னு? எனக்கு எங்க அம்மா என்ன அப்படி வளர்க்கல. பேராண்மை படத்துல நான் சொன்ன டயலாக் எல்லாருக்கும் இன்னைக்கு வரைக்கும் சொல்லிட்டு இருக்காங்க. பெண்கள் மிகப்பெரிய சக்தி, அதை தேவையில்லாம வீணடிக்க கூடாதுன்னு நினைக்கிறேன். நான் சொன்னேன். ஏன் 14 வருஷம் இருந்தேனே நானு என்னோட எக்ஸ் லைஃப்ல. அப்பெல்லாம் சொல்லி அவர் கடவுள், அவர் திட்டினதே கிடையாது, நான் தான் திட்டுவேன். எல்லா இன்டர்வியூ இருக்கு, எல்லா எவிடன்ஸும் வருது, நிறைய இருக்கு. இந்த 2 வருஷம் நான் குவைட்டா இருந்தது உண்மை ஜெயிக்கணும், சத்தியம் நிலநாட்டணும்ன்ற ஒரே காரணத்துக்காக தான் நான் குவைட்டா இருந்தேன். எல்லாம் வருது. കണ്ടാ പറയാ, 14 വർഷം ജീവിച്ച് 14 വർഷം ഇവര് കൊടുത്ത ഇന്റർവ്യൂവിൽ കംപ്ലീറ്റ് ഇയാളൊരു കൊയറ്റ് ശാന്തനായ മനുഷ്യനെ, അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടൊന്നും പറയില്ല എന്നൊക്കെയാണ് അവര് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ മൊത്തം. അതായത് ആ ജീവിച്ചിരുന്ന കാലം അത്രയും ഇങ്ങേര് പാവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ വിവാഹമോചന കേസ് നടക്കുമ്പോഴാണ് സൈബർ ബുള്ളിങ് ഇങ്ങേരെ വില്ലനാക്കിയിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റേപ്പിനെതിരായിട്ട് സിനിമ എടുത്തിട്ടുള്ള, എന്റെ അമ്മ അങ്ങനെയാണ് വളർത്തിക്കുന്നത്, സ്ത്രീകളെ ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. என்கிட்ட கேக்குறாங்க எப்படி அவன் வரான் பார்த்துடலாம் ஷூட்டிங்க்கு, ப்ரொடியூசர் ஆகினதே நான். என்கிட்ட கேக்குறாங்க யாராவது பார்த்திருக்கீங்களா குடும்பமா, ஒரு எக்ஸ் குடும்பம் வந்து இன்டர்வியூல வர்றது யாரா பார்த்திருக்கீங்களா? எனக்கே தெரியாது. சர்ப்ரைஸ் தான் வந்து, ஏன் மாப்பிள்ள, ஏன் இது, ஏன் அது, எதுக்கு? நான் பாட்டுக்கு தானே இருந்தேன், அப்படியே போயிருக்கலாமே. எதுக்கு சுரண்டி 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 ரத்தம் வர்ற அளவுக்கு, உயிர் போற அளவுக்கு சுரண்டுனா என்னங்க பண்றது ஒரு மனுஷன்? எனக்கு இப்படிலாம் பேச தெரியாதா? തമിഴ്നാട് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇത്ര കാലം ഉണ്ടായിരുന്നിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് ഇങ്ങനെ അധികം സൈബർ ബുള്ളിങ് ആണ്. ചുരണ്ടി വരിക, രക്തം കിനിയുന്നിടം വരെ വിടുന്നില്ല, വിടമാട്ടെ എന്ന് പറയുന്ന പോലെ നിൽക്കുവാണ്. ഇങ്ങേരുടെ ഉയിര് പോകുന്നതാണ് അവർക്ക് കാണണ്ടേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മക്കളെ പോലും അങ്ങോട്ട് സപ്പോർട്ടാക്കി എടുത്തിട്ടുമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നെഞ്ചു പൊട്ടിയാണ് സംസാരിച്ചത്. സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി അത്രമേൽ ആക്ടിങ് ആണോ എന്ന് തോന്നുന്നില്ല ഇത്. കാരണം അവരുടെ ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു സാധുവായ മനുഷ്യനാണെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചെന്ന് പെട്ടുപോയി. പക്ഷെ നമ്മുടെ നാടുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളിൽ പോലും ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളിൽ പോലും ഒരു പുരുഷനെ അവന്റെ ഒരു കൂട്ടുകാരുടെ കൂടെ പോലും ഒന്ന് എൻജോയ് ചെയ്യാനോ അടിച്ചു പൊളിച്ച് നടക്കാനോ പോകാനോ, ഒരുമാതിരി പണ്ടുള്ളവർ പറയുന്ന ഒരു പെണ്ണ് കെട്ടിയ കാലെ ചങ്ങലയിട്ടെന്നും കുട്ടിയുണ്ടായ വാ മൂടിയെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു രീതി പോലെ ജീവിക്കുന്ന ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളുടെ അടുത്തൊന്നും നടക്കില്ല. നീ പൊടി പുല്ല എന്ന് പറയും. അമ്മായിമ്മ വന്നാൽ അവരെ നിങ്ങളെ വിടുന്നതെന്ന് അടിച്ചിറക്കി പുറത്ത് വിടുകയും ചെയ്യും. നല്ല നട്ടലുള്ളവന്മാർ അങ്ങനെയും ചെയ്യും. കൂടുതലും ആൺപിള്ളേരെ ആണുങ്ങൾ അങ്ങനെയാണ്. കൂടുതൽ പറഞ്ഞതൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് തന്നെ പറയും.
നേരെ തിരിച്ച് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്നത് മാത്രമേ പറയുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് അവരനുഭവിക്കുന്നത് വെളിയിൽ പറയാൻ നാണക്കേട്, ആണത്തത്തിന് ഒരു മങ്ങ ഏൽക്കുന്നുണ്ട്, അവർ പറയില്ല. പക്ഷെ സ്ത്രീകളെ പോലെ തന്നെ ഏൽക്കുന്നവരുണ്ട്. അപ്പൊ എന്തെങ്കിലും വേറൊരു ചില സ്ത്രീകളുണ്ട്, അവർക്ക് നല്ല കരുത്തുറ്റ ആങ്ങളമാര് കാണും. ഭർത്താവ് ഒരു കോന്തം പോലെ ആണെങ്കിൽ അവനൊന്ന് തോണ്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇനി അഥവാ അവനൊന്ന് ഒരു ദിവസം വല്ല കാലത്തും കൂട്ടുകാരുടെ കൂടെ കൂടി വെള്ളം അടിച്ച് ഒരു ദിവസം ഒന്ന് വന്നാൽ മതി, അപ്പോഴേ അളിയനെ വിളിച്ചു വരുത്തിയിട്ട് ഇവനെ ടടിപ്പിക്കുന്ന രീതി പെണ്ണുങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇയാൾക്ക് എന്നും അളിയൻ എന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നം. കൂട്ടുകാരുടെ കൂടെ ഒന്ന് വെള്ളം അടിക്കാൻ പോയി ബാറി ഇരിക്കുകയാണെങ്കിൽ അളിയൻ അളിയൻ എന്നുള്ള ഒരു പേടി സ്വപ്നം. അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമ്മുടെ ലൈഫിലുണ്ട്, ഒത്തിരിയും സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാത്തിനും ആണായിട്ടല്ലേ നമ്മൾ പൊതുവെ പറയാറില്ലേ ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന്. ആണുങ്ങളായിട്ട് ജീവിക്കുമ്പോൾ ഒരു കരുത്തൊക്കെ വേണം. ആ കരുത്ത് മറ്റാരുടെയും കാഴ്ചോട്ടി കൊണ്ട് വെക്കരുത്. വെച്ചാൽ നിങ്ങളുടെ ലൈഫും പോയി, ഈ ജന്മം പോയി. പിന്നെ ഈ ജന്മം കൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ മറ്റൊരു കാര്യം ഇത് പറയുമ്പോൾ ഈ ജയന്റവി വന്നിരുന്ന് പ്രസ് മീറ്റിംഗിൽ ഇതുപോലെ കരഞ്ഞു പോകുന്നുണ്ട്. ഇത് തന്നെ അയാളുടെ കഴിവുകേടിനെയാണ് സത്യത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നാല് നമ്മള് വിജയെ പറ്റി ഒന്ന് ആലോചിച്ച്, വിജയുടെ വൈഫും മക്കളും ഒക്കെ ഈ തൃശ്ശയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും അവര് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുണ്ട്. നമ്മളാരും അത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല, എന്തൊക്കെയോ ചെറിയ ഗോസിപ്പൊക്കെ ഉള്ളൂ. പക്ഷേങ്കിൽ വിജയ ഇലക്ഷന് നിന്ന കറക്റ്റ് ടൈമില് ഏപ്രിൽ മാസത്തിൽ സംഗീത കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്? വിജയെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ശരിക്കും ഒരു ബാഡ് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി നല്ല ബുദ്ധിപൂർവ്വം ശത്രുക്കളുടെ കൂടെ കൂടി കളിച്ച കളിയാണ്. വിജയ് എന്താണ് ചെയ്തത്? ഒരു വിശദീകരണവും അതിനൊരു മറുപടി പോലും ഇട്ടിട്ടില്ല. അതാണ് ആലോചിക്കേണ്ടത്. സംഗീത ആ പറഞ്ഞതിനെതിരെ, ഈ അവിഹിതത്തിനെതിരെ ഒരു മറുപടി പോലും ഇടാതെ അവസാനം നമ്മൾ കണ്ടത് എന്താണ്? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൈഫിന് കൊടുക്കുന്ന എന്ത് സ്ഥാനമാണോ ആ സ്ഥാനം തൃഷയ്ക്ക് കൊടുത്ത് തൃഷ അവിടെ മുൻ സീറ്റില് VIP ആയിട്ട് വന്നിരിക്കുന്നു. വിജയ് പ്രസംഗിക്കുമ്പോൾ കണ്ണീരൊപ്പുന്നു, സന്തോഷ കണ്ണീരൊപ്പിക്കുന്നു. അങ്ങനെ തൃഷയുടെ സ്ഥാനം വിജയുടെ ലൈഫിൽ എന്താണെന്നുള്ള അമ്മായിയമ്മ, അതായത് വിജയുടെ അമ്മ തൃഷ വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നു, സഹോദരി സ്വീകരിക്കുന്നു. അപ്പൊ അവരെല്ലാം തൃഷയുടെ കൂടെയാണ്. വൈഫിനെയാണ് വിജയുടെ വൈഫിനെയാണ് അവർ ഉപേക്ഷിച്ചത്. ഇനി അത് എന്തുകൊണ്ടെന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്കറിയില്ല. സംഗീത വില്ലത്തിയായിട്ടാണോ അല്ലെങ്കിൽ വിജയ്ക്ക് തൃശ്ശയോട് ഇഷ്ടമായത്, അതുകൊണ്ട് മകന്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെന്നാണോ, അതുകൊണ്ടാണ് നമുക്കറിയില്ല. അതിൽ ആര് ശരി തെറ്റെന്നറിയില്ല. പക്ഷേങ്കിൽ വിജയുടെ ആ നടപടിയാണ് ഞാൻ ഈ ജയൻ രവിയായിട്ട് കമ്പയർ ചെയ്തത്. ജയൻ രവി ഒരു സാധുവാന്നുള്ളതിന്റെ തെളിവാണത്. അയാൾ ഇപ്പോഴും ഒരു പ്രസ് മീറ്റ് നടത്തി, അയ്യോ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചേന്ന് വിളിച്ച് പറയുന്നത്, ഞാൻ ആത്മഹത്യക്ക് പോകാന്ന് പറഞ്ഞാൽ കൈ മുറിച്ച കൈ പൊക്കി കാണിക്കുന്നു. അയാളൊരു സാധുവാണ്. പക്ഷെ വിജയെ നോക്കി എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്? അതാണ് പറയുന്നത്. ആണത്തം കളഞ്ഞു കുഴിച്ച തല കയറിന്ന് നിരങ്ങാൻ ആൾക്കാരുണ്ടാവും. അത് കളയരുത്. പുരുഷനായിട്ട് നട്ടല് ഊരി ഫ്രിഡ്ജ് വെക്കാതെ നട്ടല് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ. അല്ലെ പിന്നെ ചിലർ പറയാറില്ലേ വാഴപ്പിണ്ടി പോലത്തെ നട്ടല്, അങ്ങനെയും വരണം. വാഴപ്പിണ്ടി ഇങ്ങനെ കൊഴാന്ന് വളഞ്ഞു പോലെ അങ്ങനെ നിൽക്കരുത്. ആണായിട്ട് ജീവിക്കുക. ഒരുത്തിയും തലക്കേറി ഇറങ്ങിയല്ല, അവിടെ നിന്നോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.